ഹലോ ഗൈസ്, കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കന്യാകുമാരി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം ശംഖുമുഖത്ത് പോകേണ്ടി വന്നൊരു കഥ. അപ്പൊ ഇന്ന് ചേച്ചിയും ഫാമിലിയും കൂടെ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ 3 പേരും, അതായത് ഞാനും എന്റെ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഫാമിലി ആയിട്ട് നമ്മളങ്ങനെ അന്ന് മുടങ്ങിപ്പോയ കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പൊ കാണിക്കുന്നത്. അതായത് നമ്മളൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ കന്യാകുമാരിയിൽ നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. കന്യാകുമാരിയിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്യുവും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത്. അതിനായിട്ടുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് നോർമൽ ടിക്കറ്റ് 75 രൂപയാണ്. പക്ഷെ ആ ഒരു ടിക്കറ്റിന്റെ ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീണ്ട ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ബോട്ടിൽ കയറിയത്. പ്രശസ്ത തമിഴ് സാഹിത്യകാരനും തിരുക്കുറൾ എന്നതിന്റെ രചയിതാവുമായ ശ്രീ വള്ളുവരുടെ പ്രതിമയാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ തിരുക്കുറളിലെ 133 അധ്യായങ്ങളെ പ്രതിനിധീകരിച്ചാണ് 133 അടി ഉയരമുള്ള ഈ പ്രതിമ 1990 നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 2000 ജനുവരി 1 ഉദ്ഘാടനം. അപ്പോൾ ഒരു 10 മിനിറ്റത്തെ ബോട്ട് യാത്രയിൽ നമ്മൾ ആ വിവേകാനന്ദ പാറയുടെ സ്പോട്ടിലെത്തും. അവിടെ നിന്ന് പിന്നെ 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിന് മുകളിലേക്ക് പോകാനായിട്ട്. മുകളിലോട്ട് പോകുമ്പോൾ ചെരുപ്പിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പും ഷൂസും എല്ലാം നമുക്ക് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ ഏൽപ്പിച്ചിട്ട് പോകാവുന്നതാണ്. ഇത് നമ്മുടെ പഴയ ഒരു പായ്ക്കപ്പൽ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ ചെരുപ്പുകളെല്ലാം നമ്മൾ ആ ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴും അങ്ങനെ മോസിപ്പപ്പായിട്ട് ഭയങ്കര കമ്പനിയായി. ഇത് എന്റെ സ്വന്തം ചേട്ടനെ നിങ്ങൾ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പം വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് പരിചിതമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് സ്വാമി വിവേകാനന്ദ പാറയുടെ മണ്ഡപം. 1892 അദ്ദേഹം ആത്മാന്വേഷണത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് ഈ പാറയിൽ ഇരുന്നാണ് തപസ് ചെയ്തിരുന്നത് എന്നതാണ് ഐതിഹ്യം. മണ്ഡപത്തിന് അകത്തായിട്ട് സ്വാമി വിവേകാനന്ദന്റെ നല്ലൊരു പ്രതിമയുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് പോയി കാണാം, അല്ലാതെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനുള്ള അനുവാദമില്ല. പിന്നെ ഇതിന്റെ തൊട്ടു മുന്നിലായിട്ട് ശ്രീപാദ മണ്ഡപമുണ്ട്. ആ മണ്ഡപം ഭഗവാൻ ശിവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ദേവി പാർവതി അതിനായുള്ള തപസ്സിലിരുന്ന ഇടം എന്നാണ് പറയപ്പെടുന്നത്. കന്യാരൂപിണിയായി തപസ് ചെയ്തിടമായതിനാലാണത്രേ ഈ സ്ഥലത്തിന് കന്യാകുമാരി എന്ന് പേര് വന്നത്. അങ്ങനെ 2 മണ്ഡപങ്ങളിലെയും കാഴ്ചകളൊക്കെ കണ്ടതിനു ശേഷം തിരുവല്ലുവരുടെ സ്റ്റാച്യു കാണാനായിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ വേണം പോകാനായിട്ട്. 10 മീറ്റർ വീതിയും 77 മീറ്റർ നീളവുമുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണ ചെലവ് വന്നത് 37 കോടി രൂപയാണ് കേട്ടോ. വിവേകാനന്ദ പാറയുടെ മണ്ഡപവും തിരുവല്ലുവർ സ്റ്റാച്യുവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് സീ ബ്രിഡ്ജ് ആണ് കേട്ടോ. താൻ ഒരു ജാതിയിലും മതത്തിലും പെടുന്നില്ലെന്ന് അവകാശപ്പെട്ട ഒരു മഹാത്മാവാണ് തിരുവല്ലുവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതിയായ തിരുക്കുറലിന് ലോകമെമ്പാടും മഹത്വം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തി ഇനി നമുക്ക് സ്റ്റെപ്സ് ഒക്കെ കയറി വേണം മുകളിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഈ
ഒരു യാത്ര അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരും, ചേച്ചിയും ചേട്ടനും ഞാനും ഞങ്ങളുടെ ഫാമിലിയും കൂടെ ഒത്തുചേരുന്നത്. മിക്കപ്പോഴും ഞാനും ചേച്ചിയും ഫാമിലിയും അല്ലെങ്കിൽ ഞാനും ചേട്ടനും ഫാമിലിയും ആയിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ബാംഗ്ലൂർ പോയാലും ചേട്ടൻ മിക്കപ്പോഴും കാണാറില്ല. പുള്ളി അബുദാബിയിലോ ദുബായിലോ ഒക്കെ ആയിരിക്കുമ്പം പുള്ളി മിക്കപ്പോഴും കാണാറില്ല. അപ്പൊ എന്തായാലും ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് കൂടിയാണ്. അപ്പടിന് ചെറിയൊരു പേടിയുണ്ട്, നടക്കണമെന്നുണ്ട്. പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ അവന് നല്ല പേടിയും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു യാത്രയുടെ ഫസ്റ്റ് പാർട്ടിലോട്ട് പോകാം. അതായത് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ്, അതായത് കഴക്കൂട്ടത്തു നിന്നാണ് നമ്മൾ 2 വണ്ടിയിലായിട്ട് യാത്ര തുടങ്ങിയത്. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിരുന്നു യാത്ര തുടങ്ങിയപ്പോൾ. പിന്നെ ഒരു 1:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നാഗർകോവിലുള്ള മറ്റേ ഡിണ്ടിഗൽ തലപ്പക്കട്ടി ആ ഒരു ഹോട്ടലിൽ വന്നു. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായ ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണിയൊക്കെ പൊളി ബിരിയാണി, പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ, പൊറോട്ട, എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തോ എല്ലാത്തിനും നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് നമ്മുടെ മട്ടൺ ബിരിയാണി തന്നെയായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പൂസ് അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുവാണ്. വാട്ടർമെലൺ തണുപ്പില്ലാണ്ട് അവന് വാങ്ങിക്കൊടുത്തേക്കാണ്. അപ്പം അതിനകത്തുള്ള കസരത്ത് നടത്തുവാണ് ആശാൻ. ഞാൻ മാത്രമല്ല, ഇനി അമ്മയും കുടിക്കുന്നു പറഞ്ഞ് അമ്മേനെ കൂടെ കൊണ്ടുവന്ന് അതിനകത്തോട്ട് കമത്തുന്നുണ്ട്. അങ്ങനെ ഹെവി ബിരിയാണിയും ഡെസേർട്ടും ജ്യൂസും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൂസ് ഇങ്ങനെ ഒരു ബോഡി മസാജിന് വേണ്ടി കിടന്നു കൊടുക്കുവാണ്. ഇല്ല, കൊമ്പനാനയൊക്കെ തളയ്ക്കുന്ന കണക്കാണ്. ചേട്ടനിടയ്ക്ക് ഇവനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും അവിടെ അനങ്ങാതെ ഇങ്ങനെ സുഖം പിടിച്ച് കിടന്നോളൂ. അങ്ങനെ എന്തായാലും എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ്. കന്യാകുമാരിയിലുള്ള ഡി കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ എടുത്തത്. ഈ കാണുന്ന ഡി കോട്ടേജിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡബിൾ കോട്ടേജും പിന്നെ ഒരു സിംഗിൾ കോട്ടേജും ആണ് എടുത്തത്. ടോട്ടൽ നമുക്കൊരു 16,000 ആണ് റേറ്റ് വന്നത്. കഴക്കൂട്ടത്തുനിന്ന് വണ്ടി കയറി പിള്ളേരല്ല ഇവിടം വരെ വന്നത് തന്നെ ഈ പൂളിലോട്ട് ചാടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്ന പാടെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുവാണ് അതിലോട്ട് പോകാനായിട്ട്. ഈ കാണുന്ന റെഡ് ചുരിദാറാണ് എൻ്റെ ചേച്ചി. ചേച്ചിയുടെ പേര് ജോസ്ന. ചേച്ചിക്ക് ഒരു മോളാണ് ആൻഡ്രിയ. അവളിപ്പോ പഠിത്തത്തിനായിട്ട് അയർലൻഡിലോട്ട് പോവാണ്. അപ്പോൾ സ്പോർട്സ് സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ അനുഗ്രഹ ആശീർവാദങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണിപ്പോൾ. ഒരു ചെറിയ ബൈ ബൈ ഒക്കെ പറയണമല്ലോ എല്ലാവരുടെ അടുത്തും. അപ്പോൾ ഇനിയിപ്പോൾ ലീവിനൊക്കെ വരും. ബട്ട് സ്റ്റിൽ പോകുന്നതിന് മുമ്പേ ഒന്ന് വന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരേ ഒരു നാത്തൂൻസ്. ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാൻ. നമുക്ക് ഒരു ഡോക്ടറോട് ചോദിക്കാം എന്നുള്ളൊരു എപ്പിസോഡ് തന്നെ നടത്തി കളയാം. ഈ സംഭവം എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ചേട്ടൻ, അതായത് കുട്ടൻ ഉണ്ടാക്കിയ നാച്ചുറൽ ആയിട്ടുള്ള ലൈഫ് ഗാർഡാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു കോട്ടൺ പാന്റ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ ഇനി ഇത് എങ്ങനെയാ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. പാന്റ് ലൈഫ് ഗാർഡ് പറയട്ടെ.
പടക്കമുട്ട് പോ. നനച്ചെടുത്തിട്ട് എന്താ കാണിക്കാൻ പോയി നോക്കട്ടെ. മാറി അങ്ങനെ നടന്നോ? കേറിക്കണോ? ബാക്ക് പോകണ്ടേ? ടൈറ്റിലൊക്കെ കൊടുക്കാം. ഞാനിവിടെ അങ്ങനെ എൻ്റെ ഡാർലിംഗ് ഹസ്ബൻഡും കൂടെ പൂളിൽ ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് ആയി. ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ പൂളിൽ ഇറങ്ങാത്ത, ബാക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ട് നീന്തി കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ചേച്ചി അപ്പുടുവിന്റെ കെയർ ടേക്കറായിട്ട് നടക്കുവാണ്. ആൻഡ്രി മോള് ഒരു അത്ലറ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ നീന്തലിലും ആ ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു ക്രാഷ് കോഴ്സ് എടുത്തു തന്നു ആൻഡ്രിയ. എനിക്ക് നീന്തൽ അറിയത്തില്ലായിരുന്നു. അപ്പം പിറ്റേന്ന് രാവിലെ നമ്മൾ ഒന്നും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് നീന്തൽ ടെക്നിക്സ് ഒക്കെ കുറച്ച് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് ഫ്ലോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കിക്ക് ചെയ്യാനൊക്കെ ഒന്ന് പഠിച്ചു. അപ്പോൾ ഇതാണ് ആൻഡ്രി എന്നെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. സ്വന്തം ആങ്ങളയുടെ അടുത്ത് നീന്തൽ പഠിക്കാൻ പോയ എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അപ്പോൾ കോഴിയൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ മുക്കി പൊക്കി എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ എന്തായാലും ഒരു 3-4 മണിക്കൂർ വെള്ളത്തിനുള്ളിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ആ കോട്ടേജിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് സ്പേസിലിരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു, ഇടയ്ക്കൊരു ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ അന്നത്തെ രാത്രിത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയി. രാവിലത്തെ സൂര്യോദയം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാരും, ഞാനും ചേച്ചിയും നാത്തൂൻസും പ്ലാൻ ചെയ്ത് കിടന്നത്. അപ്പൊ ഞാൻ ഒരു 5:45 ആയപ്പോ എണീറ്റു. പക്ഷെ അപ്പോഴത്തേക്കും നാത്തൂൻസ് വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി വിളിച്ച് ഓൾറെഡി സൺ റൈസ് ആയി കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ വേണ്ടി പോയത്. അങ്ങനെയല്ല, എന്തായാലും എണീറ്റതല്ലേ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ അവിടെ ആ ബീച്ചിന്റെ അടുത്തൊക്കെ ഒന്ന് പോയി കുറച്ചു നേരം നിന്നു. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു മടങ്ങി.
അപ്പോൾ ഇതൊക്കെയാണ് കന്യാകുമാരി ട്രിപ്പിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.